ക്രിസ്മസൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കി എടുത്താലോ, അതും 2 രൂപയുടെ ബോണ്ട് കളർ പേപ്പറിൽ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് മുറ്റം നിറയെ തൂക്കാം. ക്ലാസ് റൂമുകളിൽ സ്കൂളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തൂക്കുവാണെങ്കിൽ നിറയെ തൂക്കിയിടാം. നല്ല ഭംഗിയല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പേപ്പർ സ്റ്റേഷനറി കടകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ 2 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെ നാട്ടിൽ എന്താ വില എന്ന് എനിക്കറിയില്ലല്ലോ. നമ്മുടെ ഇവിടെ 2 രൂപ ഒരെണ്ണത്തിന്. അപ്പോൾ ഈ ഒരു ഒറ്റ പേപ്പറിൽ നമുക്ക് ഇതുപോലെ 4 പീസ് കഷ്ണങ്ങളായിട്ട് എടുക്കണം. അപ്പം ഈ മടക്കുന്നത് കണ്ടോ, ഒരു പേപ്പർ നിങ്ങൾ ഇതുപോലെ വട്ടം മടക്കുമ്പം ഇതെങ്ങനെ 4 കഷ്ണങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ മടക്കുക. അപ്പോൾ ഈ മടക്കിയിട്ട് ആ അടയാളം നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഒരു പേപ്പർ നമുക്ക് ഇതിങ്ങനെ 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം മൊത്തം 6 കഷ്ണം പേപ്പറും കേട്ടോ. അപ്പം ഒരു പകുതി പേപ്പറും കൂടി ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പം മൊത്തം 6 പേപ്പർ കിട്ടുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ 6 കഷ്ണം പേപ്പറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പേപ്പർ മടക്കുന്നത് കണ്ടിട്ടോ, അതായത് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ വട്ടം ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഇത്തിരി നീട്ടിയിടുക കേട്ടോ. നമുക്കത് ഒട്ടിച്ച് കൂട്ടി ഒട്ടിക്കാനുള്ളതാണേ. അപ്പോൾ ഈ സൈഡ് ഇത്തിരി നീട്ടിയിട്ടേക്കുന്ന ഭാഗത്ത് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നീളത്തിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് 6 കഷ്ണം പേപ്പറും ഇതുപോലെ തന്നെ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഒരെണ്ണം കൂടെ ഒട്ടിച്ച് കാണിച്ചില്ല കേട്ടോ. ഇതുപോലെ നിങ്ങൾ വട്ടം എടുക്കുക. തുമ്പ് ഇതുപോലെ അറ്റം ഭാഗം കുറച്ച് നീട്ടിയിടുക. അതിനുശേഷം ആ നീട്ടിയിട്ടേക്കുന്ന ഭാഗം ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കി എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ ഫെവിക്കോൾ നീളത്തിൽ തേച്ചിട്ട് വട്ടം മടക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ 6 നിങ്ങൾ ഒട്ടിച്ചെടുക്കണേ. ഇനി നമ്മൾ ഈ നീളത്തിൽ ഒട്ടിച്ചത് ഇതുപോലെ വട്ടം ഇതുപോലെ മടക്കി എടുത്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണേ. അപ്പം ഇത് 6 നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വട്ടം മടക്കിയിട്ട് നമുക്ക് ഇതിനകത്തൊരു ഡിസൈൻ ഒന്ന് വച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 6 ഇതുപോലെ തന്നെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഡിസൈൻ ഒന്ന് വച്ചിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പെൻസിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇത് വരയ്ക്കുന്നത് കണ്ടോ, ഇതുപോലെ ഈ ഒരു മടക്കി വെച്ചിരിക്കുന്ന ഈ പേപ്പറിൻ്റെ ഈ 2 സൈഡിലും 2 കുത്തിട്ട് കൊടുക്കുക. കുത്തിട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് 2 കുത്തും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള എൻ്റെ ഇത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഇതെങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കോൺ പോലെ താഴേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് നിങ്ങളത് പെൻസിൽ വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. ഇതുപോലെ വരച്ചിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ കട്ട് ചെയ്യുമ്പോഴാണ് അത് വരച്ചിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ തരാം. നിങ്ങൾക്ക് അത് ഡിസൈൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരെണ്ണം കട്ട് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരെണ്ണം തന്നെ വച്ചിട്ട് നമുക്ക് അച്ച് പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ ഇങ്ങനെ കത്രിക വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യുമ്പോൾ തെറ്റി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ പെൻസിൽ വെച്ച് തന്നെ വരച്ചിട്ട് നിങ്ങളത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പെൻസിൽ വെച്ച് വരയ്ക്കാണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ 6 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 6 കട്ട് ചെയ്തെടുത്തേക്കണേൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു വാല് പോലെ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ നീളത്തിൽ ഇത് കണ്ടോ, ഇങ്ങനെ 2 വര സെൻറ്ററിൽ ഇങ്ങനെ വരച്ചിട്ട് ഈ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ കേട്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ കേട്ടോ. ഇനി ഉണ്ടല്ലോ, ഇത് ഞാൻ 6 ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നത് കേട്ടോ. നമ്മൾ ഈ വാൽ നക്ഷത്രം പോലെ ഇങ്ങനെ നിങ്ങൾ കണ്ടില്ല, അതിങ്ങനെ തുമ്പ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ അതിങ്ങനെ കട്ട് ചെയ്ത് വെക്കണേ. ഇനി ഒട്ടിക്കുന്നത് കണ്ടോ കേട്ടോ. ഈ സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ നീളത്തിൽ ഇതിങ്ങനെ പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. മുകളിലേക്ക് കയറ്റി വിടണ്ട, താഴെ ഇങ്ങനെ കേട്ടോ. ഇനി ഞാനിപ്പോൾ 6 നമുക്കിങ്ങനെ അടക്കടക്കായിട്ട് ഒട്ടിച്ച് മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഫുൾ ഒട്ടിച്ച് കൊടുക്കുമ്പം ഇതിൻ്റെ അകംപുറവും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്തും കൂടി നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിങ്ങനെ ഇത് കണ്ടോ, ഈ ഉൾഭാഗവും എല്ലാത്തിൻ്റെ ഉൾഭാഗം ഇങ്ങനെ മറിച്ച് നിങ്ങൾ ഇതെല്ലാം ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം 6 ഇങ്ങനെ തന്നെ ഫുള്ള് ഇങ്ങനെ അടക്കി ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തും കൂടി ഇങ്ങനെ വിടുത്തി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പെറ്റ ലാസ്റ്റാമത്തെ ഭാഗമാണ് ഇത്. ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പയ്യെ ഇതിങ്ങനെ വിടുത്താട്ടോ. നല്ല ഭംഗിയിലേ നോക്കിക്കേ, കണ്ടില്ലേ, നല്ല കുഞ്ഞ് സ്റ്റാറാണ്. നല്ല ഭംഗിയിലേ നോക്കി, നല്ല അടിപൊളി സ്റ്റാറാണ്. ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫുൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഈ വാൽനക്ഷത്രം പോലെ നീണ്ടിരിക്കുന്ന ഐറ്റം നമുക്ക് ഇതുപോലെ ഒരു ഈർക്കലിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തില്ലേ 3 എണ്ണമായിട്ട് ലെവലായിട്ട് കട്ട് ചെയ്തത് ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കാനാണ് കേട്ടോ. ഇതിങ്ങനെ കേട്ടോ, ഇതിങ്ങനെ ഈർക്കലിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പിരിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. നമ്മുടെ ഈർക്കലിയുടെ ഇതിങ്ങനെ കറക്കി വിടുമ്പോൾ തിരിക്കാനായിട്ട് എളുപ്പമുണ്ട് ഇതിങ്ങനെ കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നോക്കിക്കേ, എന്ത് രസമാണ് നോക്കിക്കേ. ഇതിങ്ങനെ ഈ നൂലിൽ ഇങ്ങനെ കെട്ടിയിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ തൂക്കിയിടാം. സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് തൂക്കിയിടാം കേട്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഒരു 1.5 പേപ്പർ മതി കേട്ടോ. നമ്മളൊരു ബോണ്ട് പേപ്പർ 2 കൂടെ വാങ്ങുക, പിന്നെ ഒരു പേപ്പറിൻ്റെ പകുതിയും കൂടെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം, പല കളറിൽ തൂക്കിയിടാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ശരിയായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പിക്ക് ഇടുക കേട്ടോ.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിന് വീഡിയോസായിട്ട് പേജ് ഫോളോ ചെയ്തിട്ടൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.